അപ്പോൾ ഈ ചുമയുടെ സിറപ്പും അലർജിയുടെ സിറപ്പും കൊടുക്കുമ്പം അതൊരു വേറൊരു വിഷയം തന്നെയാണ്. അതിലെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളിൽ, അതായത് 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കോമ്പിനേഷൻ മരുന്ന് കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം, ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻ മരുന്നിൽ പലപ്പോഴും ഒരു അൺസയൻറ്റിഫിക് കോമ്പിനേഷൻ ആയിരിക്കും ഈ മരുന്നുകളിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ചില മരുന്ന് കുട്ടിക്ക് ആവശ്യമില്ലായിരിക്കും ആ സമയത്ത്, പക്ഷേ ഈ കോമ്പിനേഷനിൽ അതുണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ വരാം. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഫിനൈലെഫ്രിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്, കോഫ് സിറപ്പിൽ കാണുന്നതാണ്. അത് മെയിനായിട്ട് ഡീകൺജസ്റ്റൻ്റ് റോളാണുള്ളത്. പക്ഷേ അത് നമ്മൾ മൂക്കിക്കൂടെ അത് കൊടുക്കുമ്പോഴാണ് അത് ഡീകൺജസ്റ്റൻ്റ് റോളുള്ളത്. അത് സിറപ്പ് ഫോമിൽ എടുത്താൽ അതും കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ള കാര്യം പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പല സിറപ്പിൽ ഈ കണ്ടൻ്റ് ഉണ്ട്. അപ്പം ഈ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ സിറപ്പുകൾ, അതായത് 2-3 കോമ്പിനേഷൻ അല്ലെങ്കിൽ 3 അധികം കോമ്പിനേഷൻ സിറപ്പ് എടുക്കുമ്പം ആവശ്യമില്ലാത്ത സൈഡ് എഫക്റ്റ് കയറി വരും. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആസ് ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോമ്പിനേഷൻ സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ നോക്കാം. മാതാപിതാക്കൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ വൈറൽ ചുമ, തുമ്മലിന് സിറപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം തന്നെ നോക്കുക. പിന്നെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, നേരത്തെ ഒരു സിറപ്പ് തന്ന് അത് എഫക്റ്റീവായെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ തവണയും ആ മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാതിരിക്കാൻ നോക്കുക.